Hi friends! ഇന്ന് മാക്സിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കട്ടിംഗ് വീഡിയോ കാണാത്തവർ മുഴുവൻ കൂട്ടുകാർ പ്ലീസ് ഒന്ന് ആ കട്ടിംഗ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവില്ല. ഇതിപ്പോൾ രണ്ട് കൈ നല്ല വശം യോജിപ്പിച്ച് വെച്ചു. എന്നിട്ട് മടക്കിയതിന് ശേഷം ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് മുറിക്കില്ലേ, അതിന് വേണ്ടി ഒരു 1/4 ഇഞ്ച് കുഴിച്ചിട്ടൊന്ന് ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇപ്പോൾ നല്ല വശവും തമ്മിൽ വെച്ചതിന് ശേഷം നോക്കിയേ, ആ ഒരു രണ്ട് കൈൻ്റെ ഓരോരോ വശം മാത്രം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കണേ, കട്ടായി പോകുന്നതിന്. എന്നിട്ട് നമുക്ക് കൈക്ക് ഞാൻ ഇവിടെ 3 പീസാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എന്ന് വെച്ചാൽ 3/4 സ്ലീവോളം വേണം, അതുകൊണ്ടാണ് കേട്ടോ 3 പീസ് എടുത്ത് നല്ല വശവും യോജിപ്പിച്ച് വെച്ച് നമുക്കിത് ഇങ്ങനെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ചും ചെയ്യുന്നവരെ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ തുന്നെല്ലാം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് അടിച്ചിട്ട് പിന്നെ തുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മാറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കില്ല, കീറി തന്നെ ഇട്ട് കിടക്കും, ചിലപ്പോൾ നമ്മൾ കളയും ചെയ്യും. അതിലും നല്ല നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന നേരം തന്നെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോയില്ല, എന്നും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഇല്ല, എന്താ വെച്ചാൽ അതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണേ. അത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല, അപ്പം നിങ്ങളൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ തറ്റ വെച്ചിട്ട് നമ്മുടെ തേര് വശമില്ലേ, അതൊരു 1/2 ഇഞ്ചൊന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1/2 ഇഞ്ചായി തേര് വശവും കൂടി മടക്കി അടിക്കുക. അങ്ങനെ ഒരു കൈ കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു കയ്യും അതേപോലെ തന്നെ ആ 3 പീസ് തമ്മിൽ യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് തറ്റ അടിച്ച് കഴിഞ്ഞാൽ കൈൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ കൈൻ്റെയും കഴുത്തിൻ്റെയും പണി കഴിഞ്ഞാൽ തന്നെ മാക്സിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരു 5-4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാക്സി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ കറക്കിർക്ക് പണികളില്ല, നമ്മൾ ഈ ക്രോസ് പീസ് യോജിപ്പിക്കൽ, നെക്കിൻ്റെ പിന്നെ ഓരോരോ പീസെല്ലാം സ്റ്റിച്ച് ചെയ്യില്ല, അതെല്ലാം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രോസ് പീസ് വെക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിയുണ്ടാവും. നോക്കിയേ, ഇങ്ങനെ ഒരേ വശം വെച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കുക. എന്ന് വെച്ചാൽ ക്രോസ് പീസിൻ്റെ ഞാനൊരു നെക്കിൻ്റെ വീഡിയോ വിശദമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വിശദമായിട്ട് പറയാത്തത്. അപ്പോൾ 3 പീസാണ് എടുത്തിട്ടുള്ളത്, അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിന് സിബ് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് 6 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊരു അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് നോക്കിയേ, ഇതിൻ്റെ മോശവശത്താണ് ഞാൻ ഇത് അടയാളപ്പെടുത്തുകയെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കൃത്യം 6 ഇഞ്ച് തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 6 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ സിബ് എടുക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ പാൽ കൊടുക്കുന്ന കുട്ടികളിലുണ്ടെങ്കിൽ കുറച്ച് നല്ല ലെങ്ത്തിലെടുക്കണം കേട്ടോ സിബ്. ഇതിപ്പോൾ സാധാ ഒരു മാക്സിക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ വെക്കുക. ഇനി സിബിന് വേണ്ട ഈ പീസില്ലേ, അത് 2 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ആ പീസ് എടുത്തിട്ടുള്ള. അതിൻ്റെ 3 വശം ഒരു 1/4 ഇഞ്ച് വിടത്തിൽ നമുക്കൊന്ന് 1/4 ഇഞ്ച് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ 3 വശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതും അങ്ങനെ തന്നെ നേരെ മടക്കിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കോട്ടൻ്റെ ആയതുകൊണ്ട് നമ്മൾ നേരെ മടക്കിയിട്ട് പ്രസ് ചെയ്യുന്ന ആ ലൈൻ അടുത്ത് തന്നെ കാണാനില്ല, നമ്മൾ വരഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ മറ്റുള്ള തുണികളെല്ലാം നേരെ നമ്മൾ മടക്കിയാൽ ആ മടക്ക് കാണില്ല കേട്ടോ. നേരെ കറക്റ്റ് അളന്നിട്ട് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് 6 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ പീസ് 7 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മറ്റേത് 6 ഇഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിബ് വെക്കൽ റെഡി ആയില്ല. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്യുന്നേരം കറക്റ്റ് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ സിബ് വെക്കുന്നൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിരുന്നു, അത് കാണാത്തവരെല്ലാം അത് കാണുക. അപ്പോൾ ആ ഒരു രീതിയിൽ വെക്കുന്നുണ്ട്, അത് ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനത് മുന്നേ ചെയ്തതല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്തത്. ഇത് വളരെ ഈസിയാണ് കേട്ടോ. മാക്സിൻ്റെ എല്ലാം കോട്ടൻ്റെ പീസല്ലേ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നില്ല. നീങ്ങിപ്പോകുന്നതിന് താഴെ ഒന്ന് ഞാൻ പിന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീങ്ങിപ്പോകുന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നിങ്ങൾ പിന്നെ സെറ്റാക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല വശവും യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ കറക്റ്റ് അടിക്കേണ്ടതാ. എൻഡിലെന്തായി കട്ട് വരുന്ന വശത്ത് ഒരു വി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലൂടെ കറക്റ്റ് സൂചി കുത്തി വെച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ ഒരു മാക്സിയിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള വശങ്ങളാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഈ കോർണർ വരുന്ന വശങ്ങൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം, എന്നാലേ അതിൻ്റെ ഒരു നീറ്റ് കിട്ടും കേട്ടോ. അതിപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഒരു കട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് കൊടുക്കുക. ഈ വി മാർക്ക് ചെയ്താൽ ഈ ഒരു വശം മാത്രം മതി കട്ട്. അങ്ങനെ കട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ നോക്കി അടിച്ച വശത്തേക്ക് മടക്കിയിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് മടക്കിയിട്ട് വേണമെങ്കിൽ ഒരു പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പതിച്ചടിക്കുന്നില്ല, എന്ന് വെച്ചാൽ മടക്കിയിട്ട് നീറ്റിൽ തന്നെ നല്ല മടങ്ങിയിട്ട് നിന്നിട്ടുണ്ട്. ഏതായാലും സിബ് വെച്ചിട്ട് ഞാനിപ്പോൾ അടിക്കുന്നില്ല, അതുകൊണ്ട് പതിച്ചടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അടിക്കുന്നേരം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഞാൻ ആദ്യം ഇതാക്കുന്നില്ല കേട്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് സിബ് ഇതേപോലെ തന്നെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതാണ് സിബിൻ്റെ ഈ എന്താ വെച്ചാൽ തലപ്പോഷനില്ലേ, അത് നമുക്ക് മടക്കിയിട്ടെല്ലാം വെക്കണം കേട്ടോ. ഇതിപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫൂട്ടൊന്നും ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ആ ഫൂട്ട് തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്.
നോക്കിയേ. അപ്പോൾ സിബിൻ്റെ അതൊന്ന് കുറച്ചൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ക്ലോസ് ആക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സിബ് കവർ ചെയ്തിട്ട് തന്നെ മാക്സിൻ്റെ ആയി തുണി പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കോർണർ വരുന്നില്ലേ, അത് സിബിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് അവിടെ കുത്തിയിട്ട് തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണേ. പിന്നെ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിബ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പിന്നെ ആദ്യം എന്താ പറയുക, എല്ലാം കുത്തിയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അന്നേരം പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ആകാൻ പറ്റും. അത് നോക്കിയാൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇത് സിബ് ചെറുങ്ങനെ കണ്ടാലും പ്രശ്നമൊന്നുമില്ല. നമ്മളെന്തായാലും ഒരു കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു കവറിങ് ആയിട്ടൊന്നും ചെയ്യുന്നില്ലേ, ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സിബ് ചെറുങ്ങനെ കണ്ടാലും പ്രശ്നമില്ല. പിന്നെ നമ്മൾ തയ്ച്ച് നട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് തയ്ക്കുന്നേരം തയ്ച്ച് നട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നേരോ സിബ് വേണ്ട പറയില്ല, ഇതെന്താ അതിൻ്റെ തയ്പ്പിങ്ങനെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നേരം നല്ല നീറ്റിൽ തന്നെ പണി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതാ ഇനിയിപ്പോൾ ഈ കവറിങ്ങാണ് ചെയ്യുന്നത്. ഈ ഒരു പീസ് എന്താ വെച്ചാൽ 3 ഇഞ്ച് വീതിയും അത് 7.5 ഇഞ്ച് നീളത്തിലുള്ള പീസാണ് കേട്ടോ. അത് നേരെ മടക്കിയതിന് ശേഷം ഇതാ നേരെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ക്ലോസ് ആക്കി കൊടുക്കുക. അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീതിയുള്ള പീസായതുകൊണ്ട് നമുക്ക് എന്ത് സാധനം എടുത്താലും നമുക്കിതിനെ മറിച്ചിടാൻ പറ്റും. അപ്പോൾ പൈപ്പിംഗ് എല്ലാം നേരം നേരിയ എന്താ പറയുക റിഫിലർ അങ്ങനത്തെ ഇതിനെ കൊണ്ടെല്ലാം മറിച്ചിടും. ഇത് ഏതിനെ കൊണ്ടും മറിച്ചിടാൻ പറ്റും കേട്ടോ. രണ്ട് ഇതാ കത്രിക ഉപയോഗിച്ചിട്ട് കോണെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഷാർപ്പ് ഇത് എന്താ വെച്ചാൽ അല്ലാണ്ട് മടങ്ങിപ്പോയ പോലെ നീറ്റ് ഉണ്ടാവില്ല. ഒന്ന് വേണമെങ്കിൽ ഇസ്തിരി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്തിരി ഇടുകയും ചെയ്യാം. എന്നിട്ട് നോക്കിയാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് താഴെ നമ്മൾ മാക്സിൻ്റെ താഴെ കിടന്നില്ല ഒരു പീസ് വി ആയിട്ട് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിവിടെ വി ആക്കുന്നില്ല കേട്ടോ, സാധാ പോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് നോക്കിയേ, ഇതിങ്ങനെ കറക്റ്റ് ഈ സിബിൻ്റെ മധ്യത്തിലായിട്ടാണ് വെക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ട് സിബ് ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നേരം വെച്ചാൽ സിബ് ഉണ്ടാകുന്നേരം ഒരു തടയൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിതാ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മുട്ട് സൂചി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റ് അവിടെ കിട്ടും. എന്നിട്ട് നോക്കിയതാ കോർണറെല്ലാം വെച്ച് കറക്റ്റ് വെച്ച് കുത്തിയിട്ട് ഇങ്ങോട്ട് മറിച്ചിടുക. എന്നിട്ട് അവിടെ ഒരു സ്ക്വയർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, അപ്പോൾ സിബിൻ്റെ സ്റ്റാർട്ടിങ് ഇല്ലേ അവിടം വരെയാണ് കേട്ടോ ഈ അടിപ്പ് വരുന്നത്. സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം. എൻ്റെ എക്സ്ട്രാ ഉള്ള പീസെല്ലാം നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. സിബെല്ലാം കുറച്ച് വലിപ്പമുള്ളതല്ലേ, അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിൻ്റെ ഏകദേശം ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് നെക്കും കൂടിയും കഴിഞ്ഞു. ഇനി നമ്മുടെ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്താ നോക്കിയേ, ഷോൾഡർ ഒരു 1/2 ഇഞ്ച് വിടത്തിൽ സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ ഞാൻ ഇത് 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ തുണി 56 ഇഞ്ച് ഉണ്ടെങ്കിൽ 56 ഇഞ്ചേ ഉള്ളൂ. എനിക്ക് ടോട്ടൽ 56 വേണം. അപ്പോൾ അതുകൊണ്ട് 1/4 ഇഞ്ച് മേലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ലെങ്ത്ത് കയറിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നേരം ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാം. ഈ നമ്മുടെ കൈ നമുക്ക് സെറ്റാക്കി കൊടുക്കുക. കൈൻ്റെ മദ്യം നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുഴിച്ച് മുറിച്ച വശം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വശത്തിൻ്റെ കുഴിച്ച് മുറിച്ച വശം അപ്പുറം വരുന്നത്, അതുകൊണ്ട് അത് അപ്പുറത്തെ കൈ. അപ്പോൾ എന്തായാലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാലും മറ്റേതെന്തായാലും ഇപ്പുറത്തെ കൈ ആയിരിക്കും. എന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏതൊരു ഡ്രസ്സിൻ്റെ ആയാലും കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സെൻറ്ററിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേരം മറ്റേ സൈഡ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ചെയ്യുന്നേരം എന്ത് ചെറിയൊരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ഒരേ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അന്നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ തയ്യൽ തുമ്പിൻ്റെ ഇതിലായിട്ട് അതങ്ങ് പോകാം, അത്ര വിഷയം വരില്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാർ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നലെ എല്ലാം 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് ഇത്രയും ലേറ്റായത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ കയ്യെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ കയ്യോ അതുപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കണേ. കമൻറ്റിൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ചെയ്യാനാണെങ്കിൽ അതും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ക്രോസ് പീസ് നോക്കിയേ, നെക്കിൽ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു സ്കെയിൽ എന്ന് വെച്ചാൽ 1.25 അടുക്കുണ്ട് കേട്ടോ. എൻ്റെ സ്കെയിലിൻ്റെ അളവിലാണ് ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ എടുക്കുന്നേരം കറക്റ്റ് 1 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമ്മൾ മടക്കി അടിക്കുന്നില്ലേ, പൈപ്പിംഗ് പോലെ ഒന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ പൈപ്പിംഗ് പോലെ പുറത്ത് കാണണമെങ്കിൽ ഈ ഒരു അളവിലെടുക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് മടക്കി അടിക്കുന്നേരം നിങ്ങൾ 1 ഇഞ്ച് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇത്ര അധികം എടുത്തത് കൊണ്ട് കുറച്ച് വലുപ്പം കൂടുതൽ. ഇതിപ്പോൾ നോക്കിയാൽ കഴുത്ത് മടക്ക് നിങ്ങൾ കറക്റ്റ് നോക്കണേ. വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിടത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് കൊണ്ട് കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നേരം ഞാൻ അവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ലൈറ്റ് കൊണ്ട് കറക്റ്റ് ഞാൻ ഇപ്പോൾ വോയിസ് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമല്ല നമ്മൾ വോയിസ് കൊടുക്കുക. അന്നേരം എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. ഇത് നോക്കിയേ, അതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് കൊടുക്കുന്നില്ലേ,
അങ്ങനെ കുറച്ച് കട്ടങ്ങ് കൊടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് 2 മടക്ക് ഉള്ളിലേക്ക് പിന്നെയും മടക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് എടുത്തതെങ്കിൽ 1 മടക്ക് മതി. എന്താ വെച്ചാൽ ഒരു ഇഞ്ച് എന്തായാലും 1 മടക്ക് ആദ്യം മടക്കുന്നുണ്ട്, പിന്നെ ഒന്ന് പോരെ. ഇതിപ്പോൾ 2ഓളം ഞാൻ മടക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല, ഈ ഒരു ക്രോസ് പീസ് നമ്മൾ കാണിക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ഇതാ അങ്ങനെ കറക്റ്റ് മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇതാ ഈ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൈഡും അടിച്ചു താഴെയും കൂടി മടക്കി അടിച്ച മാക്സി കഴിഞ്ഞു കേട്ടോ. നമ്മളൊന്ന് ഇരിക്കേണ്ട താമസമേ ഉള്ളൂ. എന്തൊരു സാധനം നമുക്ക് അത്ര മടി പിടിച്ച് ചിലപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മടി പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതിന് ഭയങ്കര സന്തോഷമുണ്ടാവും കേട്ടോ മനസ്സിൽ. എല്ലാവർക്കും, എനിക്കും ആദ്യം ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ് എന്നെല്ലാം വെച്ചാൽ. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ഒരു മടിയെല്ലാം പോയി കേട്ടോ. ഇത് നോക്കിയേ, കഴുത്തെല്ലാം നല്ല നീറ്റില്ലേ കാണാം. ഇനി ഇതൊരു 1 ഇഞ്ച് നല്ല നമ്മൾ തയ്യൽ തുമ്പെടുത്ത 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിലയേറെ കമൻസും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ഞാനിത് ആദ്യമൊക്കെ ഫാഷൻ ഡിസൈനിങ് എന്ന പേരിലാണ് കേട്ടോ ഞാൻ ഇട്ടിരുന്നത്. പിന്നെ എന്തായാലും നിങ്ങളിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൽ പോയാലും ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ പഠിപ്പിക്കുക. പിന്നെയാണ് ഈ എന്താ പറയുക എംബ്രോയ്ഡറി എല്ലാം പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്യാമെന്നെല്ലാം പറഞ്ഞു, പിന്നെ അതിന് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്റ്റിച്ചിങ് മാത്രമായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്നുള്ള പേര് കൊടുക്കാത്ത. ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി എല്ലാം ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് എന്നുള്ള പേര് കൊടുത്തിട്ട് തന്നെ ചെയ്യും കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു തിരക്കായത് കൊണ്ടാണ് അതൊന്നും ചെയ്യാതായിപ്പോയത്. ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്താ വെച്ചാൽ 2 ദിവസം സ്റ്റിച്ചിങ്ങും 1 ദിവസം ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്യാമെന്നാണ് അത് വിചാരിച്ചത്. അതൊന്നും സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ 2 സൈഡും അടിച്ചതിന് ശേഷം നമുക്ക് താഴെയൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അതിനായി ഇതാ ഫൂട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മടക്കി അടിക്കുന്ന ഫൂട്ടില്ല, അതിൽ ഏറ്റവും ചെറിയ രീതിയിൽ മടക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ഫൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ കറക്റ്റ് ലോക്കിംഗ് ഫൂട്ടാണ് കേട്ടോ. ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഒരു 4 ഇഞ്ചോളം ഇത് വരുന്നുള്ളൂ മടക്കി അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് മടക്കുന്ന നേരെ ചിലത് ഇത് വലുതായിപ്പോവും, ചിലത് ചെറുതായിപ്പോവും, ആ ഒരു രീതിയുണ്ട്. ഇതാകുന്ന നേരെ കറക്റ്റ് ഒരേ അളവിലാണ് കേട്ടോ വന്നത്. ഇപ്പോൾ മാക്സി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുഴുവൻ കൂട്ടുകാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ.